ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഫേസ് 2 പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? എക്സാം ഹാളിൽ നമ്മൾ ഇരുന്ന് എഴുതുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു മാനസികാവസ്ഥ? വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പരീക്ഷ തന്നെയായിരുന്നു അല്ലേ? ഫേസ് 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫേസ് 2 എന്തുകൊണ്ടും നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷും മാത്സൊക്കെ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിനകത്ത് തന്നെ ഇപ്പോൾ ഒരു 3-4 ചോദ്യങ്ങളോളം വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ ആൻസർ ആയിട്ട് തോന്നുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ആ ഒരു ടൈം ഉണ്ടല്ലോ, ഒരു 1.25 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു മാത്സിനുണ്ടായിരുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റ് ടഫാക്കുന്ന പോലെയല്ല നമുക്ക് മാത്സ് ടഫാക്കുമ്പോൾ തോന്നുക അല്ലേ? കാരണം മാത്സിന് അത്രയും ടൈം എടുക്കും, നമ്മൾ ചെയ്തു വരുമ്പോൾ അത്രയും സമയം എടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ ഫേസ് 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഫേസ് 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫേസ് 2 നല്ല രീതിയിലുള്ള നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാമാണ്, നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വേണം. പക്ഷേ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എല്ലാ ഫേസിനും ഒരേപോലെ കൊടുക്കണം. അതായത് ഇപ്പോൾ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഈ 3 ഫേസിനും ഒരേ നിലവാരത്തിൽ അല്ലെങ്കിൽ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്താൽ കുഴപ്പമില്ല. അത് ചെയ്യാതെ ഒരു ഫേസിന് മാത്രം, അല്ലെങ്കിൽ 1-2 ഫേസിന് മാത്രം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസും മറ്റേ ഫേസിന് അത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് ഒരു കട്ട് ഓഫ് അങ്ങ് വയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പരീക്ഷിക്കപ്പെടുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ ഭാഗ്യമാണ് അല്ലേ? നമ്മൾ ഇത്രയും നാൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അവിടെ നമ്മളെ വിലയിരുത്തുന്നത്, നമ്മുടെ ഭാഗ്യമാണ്. ഫേസ് 1 ആണോ, ഫേസ് 2 ആണോ, ഫേസ് 3 ആണോ, ഇത് ഏതാണോ കിട്ടുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കും. ഈ ഒരു ഭാഗ്യപരീക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് പഠിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എന്തിനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, എല്ലാവർക്കും ഇക്വാലിറ്റി കൊടുക്കണം, എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടണം അല്ലേ? അപ്പോൾ അതേപോലെ അതെന്താ ഈ PSC മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഒരേ രീതിയിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കട്ടെ, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ കട്ട് ഓഫ് കൊടുത്താലും പ്രശ്നമില്ല. ഇത് അങ്ങനെയൊന്നുമല്ല. അവസാനം നോർമലൈസേഷൻ ഉണ്ടെന്നും പറയും, എന്നിട്ട് നോർമലൈസേഷൻ്റെ കാര്യങ്ങൾ നമ്മുടെ പ്രൊഫൈലിൽ എന്താണ് ക്ലിയർ ആയിട്ട് എത്ര മാർക്കാണ് കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വെളിപ്പെടുത്തുന്ന രീതിയില്ല. ഇതേപോലെ ഘട്ടങ്ങളായിട്ട് പരീക്ഷകൾ നടത്തുമ്പോൾ ഇതേപോലെയുള്ള പാളിച്ചകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് PSC ഈ തരത്തിലുള്ള പുതിയ പരിഷ്കാരം കൊണ്ടുവരണേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം മുമ്പ് നമുക്ക് കോവിഡിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടുണ്ടായിരുന്ന ഒരു സമയത്താണ് നമ്മൾ ഇതേപോലെയുള്ള പ്രിലിമിനറി പരീക്ഷകൾ കൊണ്ടുവരലും അതിനുശേഷം അത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ മെയിൻസ് എഴുതുന്ന ഒരു രീതി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രിലിമിനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിഷ്കാരം തന്നെ എടുത്ത് മാറ്റേണ്ടതാണ് അല്ലേ? എല്ലാവർക്കും കോമൺ ആയിട്ട്, എല്ലാവർക്കും ഇക്വാലിറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് കിട്ടുന്ന രീതിയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സാം എല്ലാവർക്കും ഒരേപോലെ, ടഫ് ആവണമെങ്കിൽ ടഫ്, എളുപ്പമാണെങ്കിൽ എളുപ്പം, ആ ഒരു പണ്ടത്തെ രീതി തന്നെ PSC മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പുതിയ ചെയർമാൻ വന്നതിന് ശേഷം ഒരുപാട് നല്ല മാറ്റങ്ങൾ PSCയിൽ വരുന്നുണ്ട് അല്ലേ? അടുപ്പിച്ചടുപ്പിച്ച് പരീക്ഷകൾ വരുന്നുണ്ട്, റിസൾട്ടുകളൊക്കെ പബ്ലിഷ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇതേപോലെയുള്ള കാര്യങ്ങളും കൂടെ PSCയുടെ ചെവിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും, PSC ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ചെവിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.